ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് ലൈവിൽ പറയാണ്ടിരുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾ വീഡിയോ കാണാൻ നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. സർപ്രൈസ് ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെ പോകുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോയത്. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ കുറേ സമയം നമ്മൾ ബസ് കാത്തു നിന്നു. ബസ് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് വന്നത്. കിട്ടിയതും ബാക്ക് സീറ്റ്. അവിടെ ഇരുന്ന് കുലുങ്ങി ഒരു വിധമാണ് ഞങ്ങൾ അവിടം വരെ എത്തുന്നത്. ഈ കുലുങ്ങി എൻ്റെ ദൈവമേ ഉപ്പാടലകി. അതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തിയ ശേഷം നമ്മൾ ഓട്ടോ പിടിച്ചാണ് ബാക്കി യാത്ര നമ്മുടെ. അപ്പം ഞങ്ങൾ 6 പേരുള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു ഒരു ഓട്ടോയിൽ കയറത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ഓട്ടോയിലാണ് പോയത്. നമ്മളാണ് മുന്നിൽ പോയത്. പൊന്നു ചേച്ചിയും ശ്രീഷൊക്കെ വേറെ ബാക്കിൽ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടിയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പരമാവധി കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. കിട്ടിയ സമയത്ത് എനിക്ക് നല്ല ഫോണൊക്കെ കിട്ടി ഇങ്ങനെ വീഡിയോ എടുത്ത് ആണ് ഞാൻ പോയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ നമ്മളെവിടെയായിരുന്നത്. അത് ഗായ്സ്, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്ന 3D ഇല്യൂഷൻ ഹൗസിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം 100 രൂപക്ക് പറ്റിയ കാണാനും എല്ലാം ഉണ്ട് ഗൈസ്. നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. നമ്മൾ എത്തിയപ്പം അവർ പറഞ്ഞു കുറച്ച് ഇതുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണം, ഗാർഡ് വരുന്നതാണ്. ഗാർഡ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഉള്ളിൽ കയറിയത്. അപ്പം അതിനകത്ത് കുറേ ഇല്യൂഷൻ ആർട്ടൊക്കെ ഉണ്ട്. സീൻസ് ഗൈസ്. 100 രൂപക്ക് എന്തായാലും നമുക്ക് മുതലാവും. അത്ര അടിപൊളിയായി സാധനം. ഇങ്ങനെ വീഡിയോ കണ്ടതല്ലാണ്ട് ആദ്യമായിട്ടാണ് ഗൈസ് ഞാൻ നേരിട്ടാണെന്നേ. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് വിസിറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ അടിപൊളി. ഞാൻ പിന്നെ കുറേ സമയം അവിടെ നിന്ന് നീന്തലും ഇതൊക്കെ ആറത് സീസണായിരുന്നു ഗൈസ്. പിന്നെ കണ്ണട കണ്ട ഫോട്ടോ എടുക്കാണ്ട് വിടാൻ കഴിയില്ലല്ലോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതൊരു യേശുവിൻ്റെ രൂപമാണ്. നിങ്ങൾക്ക് തോന്നിയോ അത്? അപ്പം അവിടെ പുലീൻ്റെ ഇതൊക്കെ സാധനമുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഡയനോസർ പുറത്തേക്ക് വരുന്ന ഒരു ടൈപ്പ് സാധനം, അങ്ങനെയൊക്കെ സീനായിരുന്നു. പിന്നെ ഇത് പറയുമ്പോൾ ഒരു ഇല്യൂഷൻ ആർട്ടാണ്. സ്കൂളായിരിക്കണം ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന് ഞാൻ കുറേ സമയം ആലോചിച്ചു. ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് മനസ്സിലായത്. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഇതിങ്ങനെ അനങ്ങും ഗൈസ്. അതാണ് ഈ സംഭവം. അതായത് എനിക്ക് പിന്നെയാണ് മനസ്സിലായി. കാരണം ഞാൻ ഇവിടെ നടക്കുമ്പോൾ ഇതുണ്ട് ഇങ്ങനെ അനങ്ങുന്നത്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഇതിങ്ങനെ ആവുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി അതാണ് സംഭവം. പിന്നെ മീനൊക്കെ പിടിച്ചോട്ടെ ഞങ്ങളവിടെ പോയിട്ട് സീനായിരുന്നു. പിന്നെ അക്വേറിയത്തിൽ കുറേ